then accept my present from my hand. For I have seen your face, which is like seeing the face of God, and you have accepted me. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവമേ, ഓരോ ദിവസവും ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ കരുതുന്ന കരുതലിനായി, സ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളടുത്ത് വരുമ്പോൾ ദൈവമേ, നീ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ കാണുകയും നടത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഓരോ ദിവസവും നിന്നോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനായിട്ട് നീ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ധ്യാനവും പഠനവും എല്ലാം നിനക്ക് ഹിതകരമായിരിക്കുവാനായിട്ട്, അത് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മീയ ചലനമുണ്ടാക്കുന്നതായി തീരുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കുറവുകൾ ക്ഷമിക്കണമേ. മാനവും മഹത്വം അവിടുന്ന് എടുത്തുകൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. So about 10 years back, I got a book named How to Be Like Jesus. It was written by Pat Williams. That's one of the book I always go back and read in times. And when I got this book like 10 years back, my son was 9 years. And then when I was reading the book, he came and he was just curiosity asking, "What are you reading?" And I told him, "It's a good book. It's How to Be Like Jesus." And he looked at me, "How to be like Jesus? Are you going to be like Jesus?" And he was just wondering, how is it possible? And he went back, he walked away, and he came back a couple of times to make sure I'm okay. So for him, like a young boy, to be like Jesus, he already know that that's not easy. അപ്പം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, നിന്നോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനായിട്ട്, നിന്നെപ്പോലെ ആകുവാനായിട്ട്, നിൻ്റെ ഭാവമൊക്കെ എന്നിലാകുവാനായിട്ടൊക്കെ നീ സഹായിക്കണേ. ഈസ് ദാറ്റ് ഈസി തിങ്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാതെയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ വി സീ ദ ഫേസ് ഓഫ് ഗോഡ് ഇൻ അവർ സെൽഫ് ഓർ ഇൻ അതേഴ്സ്? പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. ആൻഡ് വെൻ വി സ്റ്റഡി ടുഡേ ദ പാസേജ് ജെനസിസ് 33 ആൻഡ് വേഴ്സ് 10, അവിടെ ഒരു സഹോദരൻ വേറൊരു സഹോദരനോട് പറയുകയാണ്, "I saw the face of God in you." We all know the story of Jacob and Esau, the twin brothers, the sons of Isaac, born to Isaac and Rebekah. And we know the whole story, how they were struggling even in the womb of Rebekah. അവരുടെ ആ ഒരു കഥകളെല്ലാം, even the Sunday school kids, when you ask them, they know the story. ജീവിതത്തിലുടനീളം ഈ രണ്ട് സഹോദരന്മാരും വഴക്ക് പിടിച്ചുകൊണ്ട് മല്ല് പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും. And Jacob was always the tricky man, the cunning man. He stole the birthright of his elder brother Esau. And also he was able to get the family blessing. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് രണ്ടും, ഈ birthrightum family blessings-ഉം. For the Old Testament, these two things, the family blessing and the birthright, they are very important for Old Testament people. ഇത് രണ്ടും തട്ടിയെടുത്തുകൊണ്ട് ചേട്ടൻ്റെ കയ്യിൽ നിന്നും, ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ ബ്രദേഴ്സ്, ദേ ആർ ബോൺ മിനിറ്റ്സ് അപ്പാർട്ട്, ബട്ട് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് കമ്മിങ് ഈസോ ദ എൽഡർ വൺ ആൻഡ് ജേക്കബ് ദ യങ്ങർ വൺ. സോ ഇതെല്ലാം തട്ടിയെടുത്തുകൊണ്ടൊരു പാലായനമാണ്. ജേക്കബ് ഈസ് ഗോയിങ് ബാക്ക്. ഹി വാസ് സോ അഫ്രൈഡ് ടു ബി കിൽഡ് ബൈ ഹിസ് ബ്രദർ, ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഹാരാൻ ടു ഹിസ് അങ്കിൾ ലാബാൻ. ആൻഡ് ദെൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം ഇൻ ഹാരാൻ, നമുക്ക് ആ കഥകളൊക്കെ അറിയാമല്ലേ, ലാബാന് ഒരു ചെറിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഹി വാസ് ലുക്കിംഗ് ഫോർ ലാബാൻസ് യങ്ങർ വൺ, ബട്ട് ഹി വാസ് ഗിവൺ ലേയ, ദ ഫസ്റ്റ് ബോൺ, ആസ് ഹിസ് വൈഫ് the first time, and then he has to serve Laban more years to get the younger one.
അപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ ചില ഉഡായിപ്പുകൾ, മലയാളത്തിൽ പറഞ്ഞാൽ ചില ഉഡായിപ്പുകൾ നിറഞ്ഞ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ പറ്റിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കാമെങ്കിൽ അതൊരു ബൂമറാങ് പോലെ പിന്നീട് കുറേ കാലത്ത് നമ്മൾ തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ ജേക്കബിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എടുക്കുകയാണെങ്കിലും ഈ ഹാരാനിലെ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് ജേക്കബിന് ഇതെല്ലാം തിരിച്ചു കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ ഡ്യൂറിങ് ദിസ് 20 years 20 വർഷക്കാലം ഈ ഹാരാനിൽ ലാബാൻ്റെ കൂടെ ആയിരുന്ന ജീവിതം ജേക്കബിന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നൗ ഇൻസ്പയർഡ് ബൈ ഗോഡ് ഹീ ഈസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹോം ലാൻഡ്. ദൈവം പറഞ്ഞിട്ട് തിരിച്ചു വരും ഒരു പ്രയാണമാണ്. ആൻഡ് ഡ്യൂറിങ് ഹിസ് ജേർണി, ദ ലാസ്റ്റ് ചാപ്റ്റർ 32, വി ക്യാൻ സീ ദാറ്റ് ഹീ ഈസ് റെസ്ലിംഗ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ഒരു മല്ലപിടുത്തം നടക്കുന്നതും. ആൻഡ് ഹിസ് നെയിം വാസ് ചേഞ്ച് ഫ്രം ജേക്കബ് ടു ഇസ്രായേൽ. ആൻഡ് ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഉള്ളിൽ മുഴുവൻ ഭയമാണ്. ചേട്ടനെ പറ്റിച്ചിട്ട് നാട് കിടത്താവുന്ന ഒരു സഹോദരൻ്റെ ഒരു പ്രയാസവും തിരിച്ചു വരവും ദൈവം തിരിച്ചു പറയാൻ വന്നിട്ട് തിരിച്ചു വരുന്ന ആ അവസ്ഥയിൽ ഹി വാസ് സോ വറീഡ് ടു ബി കിൽഡ് ബൈ ഹിസ് ബ്രദർ. സോ അങ്ങനെ ആ ഒരു ഭയത്തിൻ്റെ മേലെയാണ് he is sending the messengers and giving some gift to his brother to make him calm. നമ്മളും ചിലപ്പോൾ ദൈവത്തിന് ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടല്ലേ. ബൈ ഗിവിങ് സോ മെനി ഓഫറിങ്സ് ആൻഡ് ഡൂയിങ് സം റിപ്പീറ്റഡ് പ്രേയേഴ്സ് വി ഓൾസോ ട്രൈങ് ടു ബ്രൈബ് ഗോഡ്. പക്ഷെ നമ്മുടെ മനസ്സുകളെ കാണുന്നൊരു ദൈവം, ഇവിടെ ജേക്കബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവവുമായിട്ടുള്ള മല്ലുപിടുത്തത്തിന് ശേഷം അവൻ ആകെ മാറിയിട്ടാണ് തിരിച്ചു വരുന്നത്. ബട്ട് സ്റ്റിൽ ഹീ ഈസ് അഫ്രെയ്ഡ് അബൌട്ട് ഹിസ് ബ്രദർ. അപ്പം ആൻഡ് ഹീ ക്യാൻ സീ ദാറ്റ് ഈസോ ഈസ് കമ്മിങ് വിത്ത് 400 people. അപ്പോൾ ഇവിടെ 33 ഒക്കെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇടവ മിഷൻ്റെ മീറ്റിങ്ങിൽ അച്ഛൻ പ്രീവിയസ് ചാപ്റ്റേഴ്സൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ മെസ്സേജിലൂടെ ഒക്കെ പറഞ്ഞത് കേട്ടവർക്കറിയാം. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ഇറ്റ്. ആൻഡ് വെൻ ഹീ സോ, ജേക്കബ് സോ ഹിസ് ബ്രദർ ഈസ് കമ്മിങ് വിത്ത് 400 people, ഹി വാസ് ഗെറ്റിംഗ് റെഡി ദ പ്രിപ്പറേഷൻസ്. എന്ത് സംഭവിക്കും, ഏത് നിമിഷവും ഹി വാസ് അഫ്രൈഡ് ടു ബി കിൽഡ് ബൈ ഹിസ് ബ്രദർ. സോ അങ്ങനെയുള്ള ഒരു ഭയത്തിൽ നിന്നാണ് ജേക്കബ് വരുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ആളുകളെയും, ഭാര്യയെയും മക്കളെയും എല്ലാം ഉള്ള പ്രോപ്പർട്ടീസിനെ എല്ലാം ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇഫ് സംതിങ് ഹാപ്പൻസ് ടു സംബഡി, at least someone can survive. And he is giving messengers and gift to make him calm. But ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം അവരുടെ ഒരു മീറ്റിംഗ്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ 33 ഈസ് എ ബ്യൂട്ടിഫുൾ പാസേജ് ഓഫ് റീകൺസിലിയേഷൻ ഫോർ റാഡിക്കൽ കംപ്ലീറ്റ് അൺകണ്ടീഷൻ ഫോർഗിവ്നെസ്. അനിയനെ കാണുമ്പോഴേക്കും ഓടി വരുന്ന ഏശാവിനെയും ആൻഡ് ദാറ്റ് മോമെൻറ്റ് ഓഫ് റീകൺസിലിയേഷൻ, ദ ഹഗ്ഗിങ് ആൻഡ് കിസ്സിങ് ആൻഡ് ക്രൈങ്. എന്തുകൊണ്ടാണ് വേദപുസ്തകം ഇതൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്? ഒരുപാട് തെറ്റുകൾ. ദ ഗുഡ് ബ്രദേഴ്സ്, ജേക്കബിൻ്റെ ഈസോയുടെയും നമ്മൾ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചേട്ടനും അനിയനുമായിരുന്നോ? അല്ല. ദസ് ഓൾവേസ് നമ്മൾ ഫാമിലീസിലെടുത്താലും നമ്മുടെ ഫാമിലി, ഇതെല്ലാം ബൈബിളും നമ്മളെ പഠിപ്പിക്കുന്നത് ടു ടീച്ച് us സംതിങ്, ടു റിമൈൻഡ് us സംതിങ്. ഏത് ഫാമിലിയിലാണ് പ്രോബ്ലംസ് ഇല്ലാത്തത്? ഏത് റിലേഷൻഷിപ്പിലാണ് സങ്കടങ്ങളില്ലാത്തത്? നമ്മളെല്ലാം വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സിൽ ഇടം നേടാൻ ശ്രമിക്കുന്നത് പോലെ മറ്റൊരാൾ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നവരുടെ മനസ്സിൽ ഒരു ചെറിയൊരു സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ളൊരു സ്ട്രഗിളാണ് നമ്മളെല്ലാ ഫാമിലിയിലും കാണുന്നത്. ആൻഡ് ഈ ഫാമിലിയിൽ തന്നെയാണ് സിബ്ലിങ്സിൻ്റെ ഇടയ്ക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫും അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലംസും കാണുന്നത്. അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്തുവാണ്? സ്നേഹം അല്ലേ? കിട്ടാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി കണ്ടില്ല, മിണ്ടിയില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിലൊക്കെയാണ് നമ്മൾ വലിയ കാര്യങ്ങളായിട്ട് കണ്ട് നമ്മുടെ ആ ഗ്രഡ്ജും കൊണ്ട് നടക്കുന്നത്. ബട്ട് ഇറ്റ് ടെൽസ് us, ഇവിടെ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ആ റീകൺസിലി ചെയ്യുന്ന ആ മോമെൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഹഗ്ഗിങ്, കിസ്സിങ് ആൻഡ് വീപ്പിങ്. അതിൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഓക്കെ സാരമില്ല പോട്ടെ എന്ന് പറയാൻ പറ്റുന്ന ആ പ്രതിസന്ധികളുടെ മേലെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എത്ര പേര് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമുക്കറിയാം, കുടുംബ കോടതികൾ ഇപ്പം കോടതികളിലല്ല വീടുകളിലാണ്. ഹൗ മെനി പീപ്പിൾ വി ജഡ്ജ് എവറി ഡേ അറ്റ് അവർ ഹോം ആൻഡ് ദ കിഡ്സ് ദേ ആർ ലിസണിങ് ടു ഇറ്റ്. വി ആർ ബിക്കമിങ് ദ ജഡ്ജസ് അറ്റ് ഹോം.
നമ്മുടെ സഹോദരങ്ങളെ പറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പറ്റി അല്ലെങ്കിൽ മറ്റു ഫാമിലീസിനെ പറ്റിയൊക്കെ നിരന്തരമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നത്, അവിടെ സഹോദരൻ്റെ മുഖം കണ്ടപ്പോൾ ഫോർഗീവ് ചെയ്ത കംപ്ലീറ്റ് കൊല്ലുമെന്ന് വിചാരിച്ച സഹോദരൻ വന്ന് കെട്ടിപ്പിടിച്ച് നല്ല കുശലാംശങ്ങളൊക്കെ ഈ കാണുന്നതൊക്കെ ആരെയാണ്? നിനക്ക് 2 ഭാര്യമാരുണ്ടോ? ഇത്രയും മക്കൾ നിനക്കുണ്ടോ? ആ ഒരു സ്നേഹ സംഭാഷണത്തിലെല്ലാം തീരുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ജേക്കബ് പറയുന്നത്, ഐ ക്യാൻ സീ ദ ഫേസ് ഓഫ് ഗോഡ് ഇൻ യു. നമ്മുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർ നമ്മുടെ മുഖം കാണുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണുന്നു എന്ന് പറയുവാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചാലും ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? പക്ഷേ പലരും നമ്മളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പിശാചിൻ്റെ മുഖമായിരിക്കും, അല്ലെങ്കിൽ കൂടുതലുള്ളവർ പറയുന്നത് നിന്നെ കാണുമ്പോൾ എനിക്ക് ഈ ദൈവത്തിൻ്റെ മുഖവും പിശാചിൻ്റെ മുഖങ്ങളും നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വേദപുസ്തകം നമ്മളോട് റിപ്പീറ്റഡ്ലി കോൺസ്റ്റൻ്റ്ലി ഫോർഗീവ്, അൺകണ്ടീഷൻഡ് ഫോർഗീവ്നെസ്? ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരും നമ്മുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടിയാണ്. ഇതൊക്കെ കൊണ്ട് നടന്ന് നിത്യരോഗികളായി ബ്ലഡ് പ്രഷറും ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം കൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വേദപുസ്തകം നമ്മളെ വീണ്ടും 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 പഠിക്കുന്നത്. അൺകണ്ടീഷൻഡ്, ഉപാധികൾ വെക്കാതെ ഫോർഗീവ് ചെയ്യാം. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഒരു ഇൻസിഡൻ്റാണ് എനിക്ക് ഓർമ്മ വന്നത്. നടന്ന ഒരു കഥയാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടീനേജ് ബോയ്, ഇപ്പോൾ ടീനേജേഴ്സിൻ്റെ കുസൃതികളൊന്നും നമുക്കറിയാലോ, എപ്പോഴും അവർക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ടീനേജർ ചെയ്തത് ഇച്ചിരി ഗ്രേഡ് കൂടിയൊരു കുസൃതിയാണ് ചെയ്തത്. നമ്മൾ കേട്ടില്ലേ, നാട്ടിലൊക്കെ കേട്ടില്ലേ, അള്ളു വയ്ക്കുകയാണ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? അള്ളു വയ്ക്കുക. അള്ളു വയ്ക്കാന്ന് എനിക്ക് കുറച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ യു ക്യാൻ യൂസ് ഷാർപ്പ് ഒബ്ജെക്ട്സ് on highway, on the roads, and when the vehicles pass over these sharp objects like nail, you can make the tire flat. അല്ലേ? കേട്ടിട്ടില്ലേ? കുറച്ച് പേരെങ്കിലും കേട്ടില്ലേ? അങ്ങനെ ഈ ടീനേജർ ഫോർ ക്യൂരിയോസിറ്റി, ഐ ഡോണ്ട് നോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ദിവസം ഒരു റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് കുറച്ച് നല്ല ഷാർപ്പായിട്ടുള്ള നെയിൽസ് ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു. ഇതെന്ത് സംഭവിക്കുന്നത് കാണുവാനായിട്ട് ഇവൻ ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് വിതിൻ അവേഴ്സ് ഹി സോ ദാറ്റ് ഒരു കാർ അങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങനെ ഓടിപ്പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ആണി ഇതിനകത്ത് ഈ ടയറിൽ തറച്ച് കയറിയിട്ട് ടയർ ഫ്ലാറ്റ് ആകുന്നു. ആൻഡ് ഇതെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അവനിങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്. അപ്പോൾ തന്നെ he can see that an old man was driving the car and there was an old lady at the back and he was taking the lady to hospital. ചെസ്റ്റ് പെയിനുമായുള്ള ഒരു അമ്മയെ കൊണ്ടുപോവുകയാണ്, അയാളുടെ വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. And he doesn't know how to change the tire, so it takes like a couple of hours to get it fixed. അപ്പോൾ അങ്ങനെ ഈ ചെസ്റ്റ് പെയിനായിട്ടുള്ള വൈഫിനെ 1-2 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ദ ബോയ് ഗോട്ട് സ്കേർഡ്. കളി കാര്യമായി അല്ലേ? അപ്പം he was so scared like what's going to happen to this lady. അപ്പോൾ അവൻ സൈക്കിളും എടുത്ത് ഈ വണ്ടിയുടെ പുറകെ ഇങ്ങനെ പോയി, കാറിൻ്റെ പുറകെ പോയി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം and he realized she passed away. So he became, the teenager, he became into extreme level of depression. അപ്പോൾ താൻ കാരണം ഒരാൾ മരിച്ചു എന്നുള്ള ഒരു ഭയവും ആ ഒരു സങ്കടമൊക്കെ കൊണ്ട് ഈ ടീനേജർ ഒരു വലിയ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. ആൻഡ് നോബഡി നോസ് അബൌട്ട് ഇറ്റ്. അത് ഇവൻ ചെയ്തത് ആരും അറിഞ്ഞിട്ടുമില്ല. Then the family was observing, he was not eating, not going to school, not even talking to anybody. So he was taken to a counselor. And during the conversation, the boy told what happened. So ഞാൻ ചെയ്ത ഒരു ചെറിയ ഒരു തമാശ കാരണം ഈ ഒരു അമ്മ മരിക്കാനിടയായല്ലോ എന്ന്. So the counselor advised, find that house. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീട് കണ്ടെത്തിയിട്ട് take this boy to the house and tell the truth. So the father did. ഈ മകനെയും കൊണ്ട് ഈ വീട്ടിൽ പോയിട്ട് ഈ വീട് കണ്ടുപിടിച്ച് അവിടെ ഒരു അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അമ്മച്ചി മരിച്ചൊരു ഐസൊലേറ്റഡ് ലൈഫിൽ ഈ അപ്പച്ചൻ അവിടെ ഇരിക്കുകയാണ്. So the boy started weeping and telling the story. It happened, I didn't mention it, but it happened. നമുക്കറിയാമല്ലോ എന്തൊരു ദുഃഖത്തിൽ അവനാണ് സംസാരിക്കുന്നത്. ആൻഡ് അപ്പച്ചൻ അവിടെ പറഞ്ഞ ഒരു വാക്കാണ്, that's all about സുവിശേഷം എന്ന് പറയുന്നത് അതാണ്. മോനെ, അമ്മച്ചി മരിച്ചതായിരുന്നു. She has already passed away. I was taking her to the hospital just to make sure. അപ്പച്ചൻ പറഞ്ഞത് വലിയ കള്ളമായിരുന്നു. അമ്മച്ചി മരിച്ചിരുന്നൊന്നുമില്ല, പക്ഷേ to give him that teenager a life, കൊടിയ ഡിപ്രഷനിൽ നിന്നും അവനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുവാനായിട്ട്
ആ അപ്പച്ചൻ അവിടെ പറയുകയാണ്, അമ്മച്ചി മരിച്ചു പോയിരുന്നു, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, നീ ഒന്നും ചെയ്തിട്ടില്ല, അമ്മച്ചി ഓൾറെഡി മരിച്ചു പോയതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗോസ്പെൽസ്. സുവിശേഷം പറയുന്നത് അതാണ്. ഒരു അണയാൻ പോകുന്ന അവൻ്റെ ഉള്ളിലുള്ള ആ തിരിയെ ഒന്ന് കത്തിച്ചു കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവിടെ അപ്പച്ചൻ ചെയ്തത് ഏറ്റവും വലിയ പ്രൊക്ലെയിമിങ് ദ വേർഡ് ഓഫ് ഗോഡ്. നീ തിരിച്ചു പോകുക, യു ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി വെൽ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ എത്ര പേരെയാണ് 10 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങൾ, 5 വർഷം ചെയ്ത കാര്യങ്ങൾ, യു ജസ്റ്റ് റിപ്പീറ്റ് കോൺസ്റ്റൻ്റ്ലി നാഗിങ് ദം വിത്ത് ദെയർ റിയാക്ഷൻസ്. അന്ന് നീ എന്നോട് അങ്ങനെ പറഞ്ഞു, ഇന്ന് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അത് ഞാൻ ഒരിക്കലും, ഞാൻ മരിച്ചാലും ഞാൻ ക്ഷമിച്ചാലും മറക്കത്തില്ല. ഐ വോണ്ട് ഫോർഗിവ്, ഐ ക്യാൻ ഫോർഗിവ് യു ബട്ട് ഐ കനോട്ട് ഫോർഗെറ്റ്. ബട്ട് ഇവിടെ സുവിശേഷം പറയുന്നത് ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ദ ബേസിക് സുവിശേഷം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫോർഗിവ്നെസ്, ഉപാധികളില്ലാതെ പൊറുക്കാനാണ്. ഇത് തന്നെയാണ് വെൻ ദ സിന്നർ വുമൺ വാസ് ബ്രോട്ട് ടു ജീസസ്. എന്താണ് യേശു പറഞ്ഞത്? ദ വൺ എമംഗ് യു ഹവ് നോട്ട് സിൻ ത്രോ ദ ഫസ്റ്റ് സ്റ്റോൺ ആൻഡ് ദേ ഓൾ ലെഫ്റ്റ്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ അത് വായിക്കുമ്പം ആ സീൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ ദാറ്റ് വാസ് ഓൾസോ എ കോമൺ റിപ്പൻറ്റൻസ് അല്ലേ. അവർ ആ ആളുകളെല്ലാം, കല്ലെറിയാൻ വന്ന ആളുകളൊക്കെ തിരിച്ചു പോയപ്പോൾ അവർ അൾട്ടിമേറ്റ്ലി പറയുകയാണ് വി ആർ ഓൾ സിന്നേഴ്സ് അല്ലേ. ഏറ്റവും വലിയ ഒരു റിപ്പൻറ്റൻസിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു. അവരെല്ലാം തിരിച്ചു പോയി. ആൻഡ് ദാൻ ജീസസ് ദ ലേഡി ആൻഡ് എ ഹീപ്പ് ഓഫ് സ്റ്റോൺസ് ലെഫ്റ്റ്. ആൻഡ് ജീസസ് ഓൾസോ ടെഡ് ഗോ, ഐ ആം നോട്ട് കണ്ടംനിങ് യു, I'm not giving you any punishment, just go and sin no more. And the New Testament, when we talked about this, the New Testament and Old Testament, and when we shared with the story of Esau and Jacob, and we shared about life applications, the whole thing God is repeatedly telling us, just forgive. Just forgive. And let me share you one more thing. Life applications പറയാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം, കാരണം നമുക്കതാണ് വേണ്ടത്. ഒരിക്കൽ ഐ എം ബ്രിങ്ങിങ് യു ടു എ ഹൗസ് ദറ്റ്സ് എ സെലിബ്രേഷൻ. ഒരു എൻഗേജ്മെൻറ്റ് ഡേയുടെ തലേ ദിവസമുള്ളൊരു സെലിബ്രേഷൻ ഒരു വീട്ടിൽ നടക്കുകയാണ്. ഇറ്റ്സ് ഓൾവേസ് നമുക്കറിയാം സിംഗിങ് ആൻഡ് ഡാൻസിങ് ആൻഡ് ഫുഡ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വരികയാണ്, കാറ്റ് പിടിച്ച പോലെ ഓടി വരികയാണ്. ഈ കല്യാണം നടക്കത്തില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്, ഈ കല്യാണം നടക്കത്തില്ല. ഒരു മെസ്സഞ്ചർ ഇങ്ങനെ വരികയാണ്. വാട്ട് ഹാപ്പൻഡ്? So he was just sharing a story about the bride. പെങ്കൊച്ചിനെ പറ്റി ഇപ്പം കിട്ടിയൊരു വാർത്ത, പെങ്കൊച്ചിനെ പറ്റി കിട്ടിയൊരു വാർത്ത. ആൻഡ് ദാറ്റ്സ് നോട്ട് എ ഗുഡ് സ്റ്റോറി. പെൺകുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ഒരാളുടെ കൂടെ ഒരു ദിവസം കുറേ ഓടിപ്പോയ കഥകൾ കേൾക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ ജീവിച്ച കഥ, അങ്ങനെ ഒരു സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ കഥ ഈ കല്യാണം നടക്കത്തില്ല. ദെൻ യൂഷ്വലി എപ്പോഴത്തേക്കും പേരൻസ് ഒക്കെ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഐ ബീൻ പ്രേയിങ് ഫോർ ദിസ് മാരേജ് ഫോർ ഡേയ്സ്. ദൈവം ഇയാളെ, അങ്ങനെയല്ലേ പറയത്തുള്ളൂ, ഇപ്പം ഇയാൾ വന്നിത് പറഞ്ഞത് കൊണ്ട് നാളത്തെ കല്യാണം നടക്കത്തില്ല, ഇത് ദൈവം കൊണ്ട് തന്നതാണെന്ന് പറയും. അങ്ങനെ അങ്ങ് പറഞ്ഞ് ഈ കല്യാണം മുടക്കാനായിട്ട് എല്ലാവരും റെഡിയാണ്. ആൻഡ് ദെൻ കംസ് ദ മാൻ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഐ നോ ദിസ്, ഷീ ഓൾറെഡി ടോൾഡ് അബൌട്ട് ദിസ്, ഐ എം ഗോയിങ് ടു മാരി ദിസ് ഗേൾ. You are not going to stop this. And then at that moment, to that girl, she's seeing the face of God. So വിശേഷം പറയുന്നതും അതാണ് ഈ പറയുന്നത്. പക്ഷെ നമ്മളെ വിചാരങ്ങൾ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് വലിയ കണ്ടെത്തലുകളാണ്. ഇവളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടമില്ലാത്തൊരു ഭൂതകാലം ചകഞ്ഞുകൊണ്ട് വരുന്ന അയാൾ ഒരു ദേവദൂതനാകുന്നു, വിവാഹം മുടങ്ങുന്നു, ഇതൊക്കെ ദൈവികമാണെന്ന് വിചാരിക്കുന്ന ചെറിയ മനസ്സാണ് നമ്മുടേത്. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം he told his parents, I know about it. She confessed about it, and that's it. You are not going to bring this again, that's it. ഇത് തന്നെയാണ് സുവിശേഷം. ഈ കണ്ട ചെറുപ്പക്കാരനും ഈ ചെറിയ ടീനേജർക്ക് മാപ്പ് കൊടുത്ത അപ്പച്ചനും ഇവിടെ കണ്ട സഹോദരനായ യാക്കോബിനെ കണ്ട ഏശാവിനും ഒരു നിമിഷം ഇതെല്ലാം മറന്ന ഏശാവിനും ഒക്കെ ആരുടെ മുഖമാണ് ഉള്ളത്? ദൈവത്തിൻ്റെ മുഖം. സോ ഇഫ് യു വാണ്ട് ടു ബി ലൈക്ക് ദിസ്, ഇഫ് ഐ വാണ്ട് ടു ബി ലൈക്ക് ദിസ്, what is the gospel says? Forgive. So for Mission Sunday today we are celebrating as Medical Mission Sunday. We're seeing, especially the pandemic times, every day we are seeing the face of God in the people who are working in the medical field. ICUവിൽ കിടക്കുന്ന കോവിഡ് ഉള്ള ഒരാൾക്ക് ആരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ?
either the doctors or the nurses, and they are seeing the face of God every day. So let's pray for them, let's acknowledge them. May God bless us all. ഇപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, കാരണം ഇത്രയും സമയം എടുത്തതിൽ you are also forgiving me. Thanks for listening. May God bless you all.